ഇനി നമ്മൾ അടുത്ത അറ്റംപ്റ്റ് ആണ് പില്ലർ റോക്ക്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ പില്ലർ റോക്കിന്റെ അടുത്ത്. ഒരു രക്ഷ തണുപ്പാണ്, സഹിക്കാൻ വയ്യ. എന്താ ഒരു ടിക്കറ്റ് വേണമെന്ന് അവിടെ ഇന്നും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഔട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇന്നാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് 5 രൂപയാണ് നമ്മുടെ പില്ലർ റോക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പില്ലർ റോക്ക് കാണാൻ പോകുന്നത് നമ്മൾ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഈ പില്ലർ റോക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയൊരു പള്ളി അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവിടേക്ക് പെർമിഷൻ ഇല്ല, അവിടെ കവർ ചെയ്തൊക്കെയാണ് ആ ഏരിയ. കണ്ടില്ലേ, നന്നായിട്ട് ഫോഗ് അടിക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു വാട്ടർഫോളും ഉണ്ട്, നൈസായിട്ട് വെള്ളം ചാടുന്നുണ്ട്. പക്ഷെ പില്ലർ റോക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല, കാരണം അവിടെ വൻ ഫോഗാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ, നന്നായിട്ട് തണുപ്പടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മൊത്തം കവർ ചെയ്തൊക്കെയാണ്. ആ ഏരിയയിലാണ് പില്ലർ റോക്ക് വരുന്നത്. എന്തായാലും ഫോഗില്ലാന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി വ്യൂ കിട്ടിയായിരുന്നു. കറക്റ്റ് ആ പില്ലർ റോക്കിൻ്റെ ആ രൂപങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ എന്ത് ചെയ്ത് ആകെ പോസ്റ്റായി പോയി. ഇന്ന് നമുക്കത് എടുക്കാൻ പറ്റില്ല, നന്നായിട്ട് ഫോഗ് കയറിയിട്ടുണ്ട്. ഒരു രക്ഷയിൽ എടുക്കാൻ എത്ര നമ്മൾ വെയിറ്റ് ചെയ്താലും നമുക്കത് കാണാൻ പറ്റത്തില്ല, അത്രക്കും ഫോഗാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. പിന്നെ നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കണം. ഓക്കെ, I think your bus is going. Oh, that's them. No. നമ്മളൊപ്പം വന്ന കൂട്ടുകാരന്മാരെ പകുതി ടീംസ് അവിടെ മദാമനൊക്കെ സായിപ്പിനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അവിടെ. കണ്ടില്ലേ? Hello, my name is Rosemary. I'm from the UK, from England. I'm surrounded by a very noisy group of young men who are studying business, I believe, and logistics. And they've just been to some chocolate factory, I think, and so on. I'm here because in front of me, behind them, our pillar 4, which unfortunately I can't see because it's covered in mist. But I'm sure it's very beautiful. Okay. Thank you. സത്യത്തിൽ നമ്മൾ ഫോറിനേഴ്സിനോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല മാന്യമായിട്ട് തന്നെ ഇതിന് മറുപടി നൽകുന്നുണ്ട്. അതന്നെ അവരൊരു നല്ലൊരു ബിഹേവിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്, ആൾക്കാർ പോകുന്നുണ്ട്, അതുകൊണ്ടോ. അപ്പം നന്നായിട്ട് അവർ ബിഹേവ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ കറക്റ്റായിട്ട് ആൻസർ പറയുന്നുണ്ട്. അല്ലാതെ ഒന്നിനും മടിക്കത്തില്ല. പിന്നെ ചിലർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും തോന്നും. അപ്പം അങ്ങനത്തെ ഒരു യാതൊരു മടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്ത് ചോദിച്ചപ്പോഴും അവർ കറക്റ്റായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട്. അതാണ് വേറൊരു പ്രത്യേകത. Okay, bye. Bye. I look forward to hearing of your success. Okay, thank you. I should have a photo. Okay. പുറത്ത് ഗോൾഫിൻ്റെ കോർട്ടുണ്ട്, പക്ഷേ അവിടെ കളിക്കണതൊക്കെ കുരങ്ങന്മാരാണ്. ഇപ്പോൾ നമ്മളുള്ളത് സൂയിസൈഡ് പോയിൻറ്റിനാണ്. സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇവിടെ പകുതി ലാസ്റ്റ് വീഡിയോ ആണ്, ലാസ്റ്റ് പോർഷൻ. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ പോണത് ഇവിടെയാണ് തന്നെയാണ്. കാരണം കുരങ്ങന്മാരും ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യത്തിന് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഏരിയയിൽ. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്തായാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾക്ക് സൂയിസൈഡ് പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പൊ നമ്മള് ഒരു വെടി വെക്കാൻ പോണ് മച്ചാന്. ഗണ്ണെടുത്തിട്ടുണ്ട്, റൈഫിൾ. സൂയിസൈഡ് പോയിന്റ്, ഇതാണ് സൂയിസൈഡ് പോയിന്റ് കേട്ടോ. കണ്ടോ, ഇവിടെ മൊത്തം ഗ്രില്ലിട്ടൊക്കെയാണ്.
ഇവിടുന്ന് ആ ഒരു അറ്റം മുതൽ ആ കാണുന്ന ആ ഒരു അറ്റം വരെയാണ് സൂസൈഡ് പോയിന്റ്. ഇവിടെ വലിയൊരു ഗ്രില്ലിട്ടൊക്കെയാണ്, അങ്ങോട്ട് പെർമിഷൻ ഒന്നുമില്ല, മൊത്തം സേഫ്റ്റിക്കാണ് ഇവിടെ വെച്ച് കെട്ടിയിട്ടുള്ളത്. ഇതാണ് സൂസൈഡ് പോയിന്റ്. ഓ, കുരങ്ങന്മാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ, പെർമിഷൻ. ഒരു രക്ഷ സ്ഥലം കേട്ടോ. സത്യത്തിൽ ആ കുരങ്ങന്മാരായിട്ട് കളിച്ച് അടിപൊളിയായിട്ടുണ്ട്. ആദർശ് കുരങ്ങന്മാരായിട്ട് കളിച്ച് അടിപൊളിയായിട്ടുണ്ട്. കൈയൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ അങ്ങനെ അറ്റാക്കും കാര്യങ്ങളൊന്നും ചെയ്തില്ല. നൈസായിട്ട് കളിച്ചവരായിട്ട് എന്തെല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സൂസൈഡ് പോയിന്റിന്റെ ആ ഒരു ഏരിയ ഒക്കെ കണ്ടല്ലോ, മൊത്തത്തിൽ അവർ കവർ ചെയ്തൊക്കെയാണ്. അതായത് ഇവിടെയൊക്കെ കുരങ്ങന്മാരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ കണ്ടോ കുരങ്ങന്മാർ തിരിക്കുന്നതിന്റെ മുകളിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. പിന്നെ ഇവിടെ കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൈഡൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ ഷോപ്പ് ഉണ്ട്. വരുന്നവഴിക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഫാമിലിക്ക് വെച്ച് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ചോക്ലേറ്റും കാര്യങ്ങളും ഉണ്ട് ഇവിടെ, എല്ലാം അവൈലബിൾ ആണ്. കണ്ടോ അപ്പോൾ ഈ കടയിൽ നന്നായിട്ടുള്ള ചോക്ലേറ്റൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പേര് സൗത്ത് ഇന്ത്യൻ സ്പൈസസ് ആൻഡ് നാച്ചുറൽ ഓയിൽസ്. ഇതാണ് ഈ സ്റ്റോപ്പിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ചോക്ലേറ്റും വാങ്ങാം, അതുപോലെ തന്നെ നല്ല ഫ്രഷ്നെസ് ഉള്ള ചോക്ലേറ്റും വാങ്ങാൻ പറ്റും ആ കടയിൽ കേട്ടോ. അവിടെ അത്രക്കും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അവർ വിൽക്കുന്നത്. പിന്നെ ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഐസ്ക്രീമും അതുപോലെ തന്നെ കുറേ ഗ്രോസറി ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്കിവിടെ കിട്ടാതായിട്ടുള്ള ഇവിടെ നമുക്ക് ഒന്നും കിട്ടാതെ ഇല്ല, എല്ലാ സാധനങ്ങളും കിട്ടും. നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയതും അതുപോലെ തന്നെ വീട്ടിലേക്ക് എന്ത് വേണം ഡിസൈനിങ്ങിന് വേണ്ടി സാധനങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ അവൈലബിൾ ആണ് ഈ ഏരിയയിൽ. എല്ലാതും നമുക്ക് വീട്ടിലേക്ക് വേണ്ടി ആയുർവേദ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കണ്ടല്ലോ, ഇവിടെ ഒക്കെ അവൈലബിൾ ആണ്. മരം കൊണ്ട് ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും കൂടെ അവൈലബിൾ ഉണ്ട്. ഇല്ലാത്തൊരു സാധനങ്ങളില്ല സത്യത്തിൽ, അത്രക്കും ഇതാണ്. പിന്നെ ഓർണമെന്റ്സ് അറിയാലോ, ഓർണമെന്റ്സ് ഉണ്ട്. ഗോൾഡ് അല്ല, മറ്റേ പെൺപിള്ളേരൊക്കെ വന്നാൽ ഞാൻ അവിടെ എന്തായാലും കട കൊണ്ടേ പോവുള്ളൂ, ഉറപ്പാ. അത്രക്കും സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. അപ്പൊ എല്ലാതും ഇവിടെ അവൈലബിൾ ആണ്. അതാണ് ഒരു ഇടുങ്ങിയൊരു വഴിയാണ്, പക്ഷെ ആ വഴി തന്നെയാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ. ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ല, കാരണം സൗണ്ട് കുറച്ച് കുറവാണ്, ബഹളം, പുറത്തുള്ള ആൾക്കാർ ശബ്ദങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നോക്കാൻ ശ്രമിക്കുക. പിന്നെ കൂടുതൽ പറയാനുള്ളത് എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. പുറത്തും ഇതേമാതിരി ഷോപ്പുണ്ട്. നമ്മൾ നേരത്തെ അവിടെ കയറിയപ്പോൾ കണ്ടില്ല ഒരു ഗൺ ഷോപ്പ്. അപ്പോൾ ഗൺ ഷോപ്പിൽ നമ്മൾ വെടിവെച്ച് കളിച്ച് സെറ്റ് ഗണ്ണൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തൊട്ട ഫ്രണ്ടിൽ തന്നെ ഒരു ഗോൾഫിൻ്റെ ഗ്രൗണ്ട് ഉണ്ട്. അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾക്കതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുതിരസവാരി ഉണ്ട് ആ സൈഡിൽ, ഞാൻ കാണിച്ചു തരാം. കുതിരസവാരി നമ്മളപ്പോൾ അങ്ങോട്ട് തന്നെ പോകണം. നമ്മൾ ബസ് പാർക്ക് ചെയ്തിട്ടുള്ള ആ സൈഡിലാണ്. അപ്പോൾ ഇത് പോകണം. ഒരു കുരങ്ങ കണ്ടില്ലേ, ഇതൊക്കെ കാറിൻ്റെ മുകളിൽ കുരങ്ങ. ഇവിടെ മൊത്തത്തിൽ കുരങ്ങന്മാരാണ്. നമ്മൾ മറ്റൊരു സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ കുരങ്ങന്മാർ നന്നായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വളരെ സ്നേഹത്തോടെ നമ്മൾ പെരുമാറിയത്. അതെനിക്ക് വളരെ ഇഷ്ടമായിട്ടാണ്. കാരണം അതൊരു സംഭവം തന്നെയാണത്. മറ്റിടത്തൊക്കെ വരുമ്പോൾ എന്നെ ഓടിച്ച് അതിൻ്റെ ക്ലിപ്പൊക്കെ നിങ്ങൾക്ക് കണ്ടല്ലോ, അറിയാലോ അത്. ഇപ്പോൾ ഇത് ഇവിടെ കുതിരയുണ്ട്. ഈ കുതിര സവാരിയൊക്കെ നമുക്ക് നടത്താൻ പറ്റും. ഇതിൻ്റെ ചാർജ് എത്ര എന്ന് എനിക്ക് അറിയില്ല, കാരണം ഇവിടെ ആൾക്കാർ ആരും ഇല്ല. ഇതിൻ്റെ ഓണേഴ്സ് കണ്ടല്ലോ, ഇതേ കുതിര. 3 കുതിര ഉണ്ട്. ഒരു വൈറ്റ് ഉണ്ട്, 2 ബ്രൗൺ അല്ലേ? 3 ബ്രൗൺ ഉണ്ട്. സോറി, നമുക്ക് 2 ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. 3 ഉണ്ട്. 3 ബ്രൗൺ ഹോൾസ്. ഒരു രക്ഷയില്ല കേട്ടോ. എന്താ ഹൈറ്റ് എന്ന് അറിയോ ഇതിൻ്റെ?
ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബോട്ടിങ്ങിനാണ് അല്ലേ? ബോട്ടിങ്ങിലല്ലേ പോണേ? അപ്പോൾ ബോട്ടിങ്ങിനാണ് ഇപ്പോൾ പോണത്. ഹൈവേക്കൂടെ നടക്കണത്. വണ്ടിയുടെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലൊക്കെ ക്ഷമിക്കുക. ഒന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ മൈക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈം ഏതാണ്ട് 4:29 ഇപ്പോൾ തണുപ്പ് കൂടി വരുന്നു കേട്ടോ. രക്ഷയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനാണ് പോകുന്നത്. ബോട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ തണുപ്പും കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്രത്തോളം തണുപ്പുണ്ടെന്നൊക്കെ. ഇവിടെയുണ്ട് റൈഫിളും കാര്യങ്ങളൊക്കെ ആണല്ലേ. നമ്മൾ നേരത്തെ തോക്കെടുത്ത് വെടിവെച്ച് അതേപോലെ തന്നെ ഇവിടെയുണ്ട്. സൈക്കിള് ഒരു 50 രൂപ കൊടുത്ത് നമുക്കിവിടെ സൈക്കിൾ ചവിട്ടാൻ കിട്ടും. 50 റുപ്പീസാണ്. 5 കിലോമീറ്റർ വരെ നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റും. അപ്പോൾ ഞാനൊരു സൈക്കിൾ എടുത്തിവിടെ. ആ സൈക്കിള് ഇത് ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്വാളിറ്റിയുള്ള സൈക്കിളൊക്കെ അവൈലബിൾ ആണ്. അതായത് ഗിയറൊക്കെ 13 ഗിയർ, അതുപോലെ തന്നെ 14 ഗിയർ, 8 ഗിയറിൻ്റെ സൈക്കിളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതിന് അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. പിന്നെ കുറച്ച് പ്രൈസ് കൂടുകയും ചെയ്യും. 100, 200, 300 രൂപയൊക്കെ വരുന്നുണ്ട്. നല്ല ടയർ, നല്ല കട്ടിയുള്ള മൗണ്ടൻ സൈക്കിൾ കണ്ടിട്ടില്ലേ? നല്ലൊരു അടിപൊളി ഫീലാണ് സൈക്കിൾ ഓട്ടുന്നത്. കണ്ടില്ലേ? ചെക്കന്മാരൊക്കെ നമ്മുടെ ബാക്കിലുണ്ട്. എല്ലാവരും സൂപ്പറായിട്ട് ഇങ്ങനെ ചവിട്ടി പോവുക. ഈ ലേക്കിൻ്റെ നമ്മുടെ റൗണ്ട്, ഈ ലേക്ക് ഇങ്ങനെ മൊത്തം ഇങ്ങനെ ചുറ്റിക്കറങ്ങാണ്. സത്യമില്ല. അപ്പോൾ ഒരു മാക്സിമം ഒരു 5 കിലോമീറ്റർ എങ്കിലും ആവും. അല്ല ബോബ, 6 കിലോമീറ്റർ അല്ലേ? 6 കിലോമീറ്ററാണ് സൈക്കിൾ ഓട്ടുള്ളത്. ഇത് പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 6 കിലോമീറ്റർ നമുക്ക് എവിടെ വേണമെങ്കിലും ചവിട്ടി ഇങ്ങനെ പോയോണ്ടിരിക്കുക സെറ്റായിട്ട്. നല്ലൊരു ഫീലിംഗ് ആണ് ഇങ്ങനെ ചവിട്ടുന്നത്. ഇപ്പോൾ ബോട്ടിങ്ങിന് കയറാനായിട്ട് നല്ലത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ സൈക്കിളോട്ട് ചവിട്ടണമെന്ന് പറഞ്ഞാൽ. കാരണം ബോട്ടിങ് അത്രയ്ക്ക് വലിയ ഇതൊന്നുമില്ല അല്ലേ? ലേക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഫുള്ളായി ഇങ്ങനെ കറങ്ങാം. പിന്നെ ഒരു വൈബാണ് കൂടി. ഫ്രണ്ട്സ് ഉണ്ടാവും. കാരണം നമ്മൾ കൊടൈക്കനാൽ വരുന്നുണ്ടെങ്കിൽ സൈക്കിൾ ചൂസ് ചെയ്യാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. 50 രൂപ ഉള്ളൂ. ചീപ്പ് സൈക്കിൾ എന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചവിട്ടി പോകാൻ പറ്റും. ചില സൈക്കിൾ നല്ല ക്വാളിറ്റിയുടെ സൈക്കിൾ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ടൈം ഏതാണ്ട് 5:03 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിള് ഇപ്പോൾ ഞാൻ ഏതാണ്ട് 3 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടാണ് ഞാൻ ഈ വരുന്നത്. ഓക്കെ, 3 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇവൻ എന്താ ചെയ്യണത്. മറ്റേ ട്രൈപോഡൊക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഫോണ് മറിച്ച് പിടിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം ബാക്ക് ക്യാമറക്കാണ് കുറച്ച് പവർഫുള്ളേ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത്. പല ആൾക്കാരും നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. അതിൽ പോട്ടെ. ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഈ സംഭവം. നമ്മൾ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തില്ലേ, അത് ദേ കാണുന്നു. കാണോ, സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ അവർ തന്നെ നമ്മളിങ്ങനെ വിളിച്ച് വരുത്തുകയാണ്, വായോ വായോ എന്ന് പറഞ്ഞിട്ട്. അത് അവരൊരു ശൈലിയാണല്ലോ, കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യണം. എന്തായാലും പൊളിയാണ്. ഈ റോഡിലുള്ള ഏറ്റവും കൂടുതൽ പോകുന്ന ബൈക്കും കാര്യങ്ങളൊന്നുമല്ല, ഏറ്റവും കൂടുതൽ സൈക്കിൾ തന്നെയാണ് കൂടുതലായിട്ട് പോയോണ്ടിരിക്കുന്നത്. 1, 2, 3 സൈക്കിളൊന്നുമല്ല.